നമ്മൾ ഒരു ജ്യോത്സ്യനടുത്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുടെ പരിഹാരമായിട്ട് ചിലപ്പോൾ അവർ എന്തെങ്കിലും ആളുടെ അടുത്തേക്ക് നമ്മൾ പറഞ്ഞേക്കും. ഇങ്ങനെയുള്ള പൂജകൾ ചെയ്യുന്ന ആൾക്കാർ, തകിടുകൾ ഉണ്ടാക്കുന്ന ആൾക്കാർ, യന്ത്രം ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞേക്കും. ഇപ്പോൾ ചിലപ്പോൾ ജ്യോത്സ്യന്മാർ തന്നെ അത് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ വാങ്ങുമ്പോൾ നല്ലോണം ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. ഇത് ഞാൻ പറയണമെന്നറിയോ, ഇപ്പോൾ എൻ്റെ ഈ ഒരു കൊല്ലത്തെ ഒന്നര കൊല്ലത്തെ എക്സ്പീരിയൻസിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കുറേ കേസുകൾ, ഞാനിങ്ങനത്തുള്ള കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആളുകൾ പ്രശ്നം നോക്കാൻ വേണ്ടി നടന്ന് പൂജകളും ഒരുപാട് കാശ് ഇങ്ങനെ പൊടിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് കുറേ പേര്. പക്ഷേ എന്താണ് അവരുടെ പ്രശ്നം എന്നവർക്ക് ഒരാൾക്കും മനസ്സിലാവില്ല. അപ്പം അങ്ങനത്തെ ഒരു 3-4 കേസ് ഈ അടുത്ത് തന്നെ ഞാൻ ഒരു 3-4 കേസിൽ ആൾക്കാരെ രക്ഷപ്പെടുത്തി കൊടുത്തു. പക്ഷെ അവിടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വലിയൊരു സത്യം എന്താ വെച്ചാൽ, നിങ്ങളത് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ വീട്ടിൽ എത്ര യന്ത്രം ഇരിപ്പുണ്ട്, എത്ര തകിടുകൾ ഇരിപ്പുണ്ട്, എത്ര ഏലസ് ഉണ്ട്, മറ്റേ കഴുത്തിലും അരയിലും ഒക്കെ കിട്ടുന്ന എത്ര സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ട്, എത്ര ഭഗവാന്മാരുടെ ഫോട്ടോസ് പൊടി പിടിച്ച് വീട്ടിലിരിപ്പുണ്ട്, അല്ലെങ്കിൽ എത്ര അതുപോലുള്ള വസ്തുക്കൾ എവിടെയെല്ലാം ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കുക. വീട്ടിൽ നിങ്ങളൊരു ഡൗസിങ് റോഡ് മേടിക്കുക. ഞാൻ പറയണത് നിങ്ങൾ നോക്കണ്ട. ഒരു ഡൗസിങ് റോഡ് നിങ്ങൾ മേടിക്കുക. ഡൗസിങ് റോഡ് മേടിച്ചിട്ട് നിങ്ങൾ അത് വെച്ച് നോക്കുക. ഇനി എൻ്റെ നിന്ന് ഡൗസിങ് റോഡ് മേടിക്കണ്ട കേട്ടോ, നിങ്ങൾ ഓൺലൈനിൽ മേടിച്ചോ, കുഴപ്പമില്ല. ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും ഡൗസിങ് റോഡ്. ഇനി എൻ്റെ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇതിൻ്റെ പരസ്യത്തിന് വേണ്ടി വിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതെന്ന് വിചാരിക്കും. ഞാൻ ഇതിൻ്റെ കച്ചവടക്കാരനൊന്നുമല്ല, ആദ്യമേ പറയാം. ആൾക്കാർ നിർബന്ധം പറഞ്ഞുകൊണ്ട് മാത്രം കുറേ റോഡ് ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോൾ റോഡ് ഇപ്പോൾ ഏതാണ്ട് കഴിഞ്ഞു. ഇനി റോഡിൻ്റെ മെറ്റീരിയലാണെങ്കിൽ കിട്ടാനുമില്ല. എനിക്ക് നേരിട്ട് ചെയ്യണ പണിയല്ല, നിങ്ങളുടെ റിക്വസ്റ്റ് കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. ഞാനല്ല അത് കൊടുക്കുന്നത്. ഞാൻ ബ്രദറിനെ ഏൽപ്പിച്ചേക്കണം. ആ ബ്രദറാണ് അത് ചെയ്യുന്നത്. ഓൺലൈനിൽ കിട്ടും, നിങ്ങൾ ഓൺലൈനിൽ മേടിച്ചോ, എന്നാലും വേണ്ടില്ല. ഇത് മേടിച്ചിട്ട് നിങ്ങൾ ഈ സാധനം, ഓരോ സാധനങ്ങളും ഇങ്ങനെ വെച്ച് നോക്കുക, പരീക്ഷിച്ച് നോക്കുക. അതായത് ഡൗസിങ് റോഡ് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട്. ഇത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്ത സാധനമാണ് പിന്നെയും കാണിക്കുന്നത്. ഇതാണ് ഡൗസിങ് റോഡ്, കണ്ട. ഈ ഡൗസിങ് റോഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നേരെ പിടിക്കുക, ഫ്രീ ആയിട്ട് പിടിക്കുക. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എനർജി അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ ഫോട്ടോയിലൊക്കെ തന്നെ ഞാൻ വെക്കുകയാണ്. എൻ്റെ ഫോട്ടോയിൽ വെക്കുമ്പോൾ കറങ്ങി ഇപ്പുറത്ത് വന്നു എന്ന് വെച്ചാൽ എൻ്റെ എനർജി പോസിറ്റീവാണ്, നല്ല പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ടാ. പക്ഷേ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ബലമായിട്ട് ഞാൻ പിടിക്കുകയാണ്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നെഗറ്റിവിറ്റിയാണ്. ചിലപ്പോൾ നെഗറ്റീവായിട്ട് ഇങ്ങനെ കറങ്ങി വരും. അപ്പോൾ അത്രയും കൂടുതൽ നെഗറ്റീവാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് പലരും ഇതിനെ വിമർശിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ മിക്കവരും റോഡ് മേടിച്ച് കഴിഞ്ഞു. ഇതൊക്കെ വാങ്ങിയ ആൾക്കാർ ഉപയോഗിച്ചിട്ട് വെരി ഗുഡ് എന്നിങ്ങനെ പറഞ്ഞവർ കുറേ പേരുണ്ട്. അപ്പോൾ ഇത് നിസ്സാരമായൊരു പൈസയുടെ സാധനമുള്ളൂ. ഒരു 600 രൂപ കാര്യമുള്ളൂ. 600 രൂപയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാം. നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം അചേതന വസ്തുക്കളുണ്ട്, എത്ര സാധനങ്ങൾ വീട്ടിലിരിക്കുന്നുണ്ട്, ഇത് കംപ്ലീറ്റ് നോക്കാം. നിങ്ങളുടെ അലമാരി തുറന്ന് നോക്കുക, അലമാരത്തേക്ക് വെച്ച് നോക്കുക. നെഗറ്റീവ് വേണ്ട, സാധനങ്ങൾ പുറത്തേർക്കുക. ഏതാണ് അതിലുള്ള നെഗറ്റിവിറ്റി ഉള്ള സാധനം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങൾ ആദ്യം നോക്കേണ്ട പൂജാമുറിയാണ്, അല്ലെങ്കിൽ വീട്ടിലിരിക്കണ തൂക്കിയിട്ടേക്കണ ഫോട്ടോകൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യന്ത്രങ്ങൾ, ഇതെല്ലാം നിങ്ങൾ നോക്കുക. ഇത് ശരിയാക്കി കഴിഞ്ഞാണ്ടല്ല നിങ്ങളുടെ 50% പ്രശ്നം അവിടെ മാറും. നിങ്ങൾ ഒരു പൂജയും വഴിപാടും മന്ത്രവാദം ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ഇത് ചെയ്താൽ മതി. ഞാൻ വേണമെങ്കിൽ പറയുന്നത് നിങ്ങൾ ഒരു പോസിറ്റീവായി എടുത്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോ. നിങ്ങളുടെ 50% പ്രശ്നങ്ങളും അവിടെ മാറിയിരിക്കും. നിങ്ങൾ ഒരാളെയും കൺസൾട്ട് ചെയ്യാൻ പോകണ്ട, എൻ്റെ അടുത്തും വരണ്ട. ഇപ്പം ഞാനിത് ചെയ്തിട്ട് മഹാകാളിയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്ന ആളൊന്നുമല്ല. നമ്മൾ നല്ല കാര്യങ്ങൾ ആൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഒരു ഉദ്ദേശം. അതാണ്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ചാനൽ ഞാൻ തുടങ്ങിയത്. പിന്നീട് പക്ഷേ ആളുകൾ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് സമയമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. അത് അത്രയധികം പ്രശ്നക്കാർ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ്. അത് ഞങ്ങൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത്രയധികം സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ ആണല്ലോ ഉള്ളത്. നമ്മൾ പുറത്ത് നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നത്. അവന് വീടുണ്ട്, കാറുണ്ട്, ബംഗ്ലാവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒന്നുമില്ല, സന്തോഷമില്ല, സമാധാനമില്ല, ആരോഗ്യ പ്രശ്നങ്ങളുമാണ്. ഇപ്പോൾ ഉള്ള കാശ് കിട്ടുന്ന കാശ് ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അത് തന്നെ. ഇതാണ് അവസ്ഥ എന്ന് എനിക്ക് ഇതിനകത്തേക്ക് വന്നപ്പോഴാണ് മനസ്സിലായുള്ളൂ. കാരണം നമുക്ക് അങ്ങനെയുള്ള വിഷയങ്ങൾ നോക്കാനുള്ള ഒരു മൂടുള്ള ആളല്ല. ഞാൻ എൻ്റേതായിട്ടുള്ള ലോകത്ത് ജീവിക്കുന്ന ആളാണ്. ഞാൻ എൻ്റേതായിട്ടുള്ള മെഡിറ്റേഷൻ കാര്യങ്ങൾ, ദേവതകളായിട്ടുള്ള ബന്ധങ്ങൾ അങ്ങനെ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ നോക്കിയാലും നമ്മളിങ്ങനെ എവിടെയെങ്കിലും മുറി പോയി അടച്ചിട്ടിരുന്ന് ധ്യാനം ചെയ്തുകൊണ്ടിരുന്നത് പണ്ട്. ഇപ്പോൾ പിന്നെ അതിന് നേരമൊന്നും കിട്ടണില്ല. ഇപ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത് തീർക്കാനുള്ള നേരമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ, യന്ത്രങ്ങൾ, തകിടുകൾ, ഇതൊക്കെ എന്താ കുഴപ്പമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ കുണ്ടൻ്റെ സമയത്ത് ഈ സാധനത്തിന് പവർ ഉണ്ടാവും. ചാർജ് ചെയ്തായിരിക്കും ആ ആൾ ഉണ്ടാക്കി തന്നെ ആൾ തന്നത്. ഒരാളുടെ തുറന്ന് മേടിച്ചിട്ട് വെച്ച് അത് ചിലപ്പോൾ ഒരു ശൂന്യ മന്ത്രം എന്തെപ്പെട്ട സാധനം ആയിക്കോളൂ. അപ്പുറത്തോട്ട് വേറെ സാധനം മേടിക്കണം, ശൈവത്തിലുള്ള വേറെ എന്തെങ്കിലും ഒരു യന്ത്രം കൊണ്ട് വെച്ച്,
അല്ലെങ്കിൽ സുദർശന മന്ത്രം കൊണ്ടുവച്ചു, സുദർശന യന്ത്രം കൊണ്ടുവച്ചു, അല്ലെങ്കിൽ ശ്രീയന്ത്രം കൊണ്ടുവച്ചു. ഇതെല്ലാം കൂടി കൊണ്ടുവന്നാൽ അവിയിൽ വരാണ്ട് വെക്കണം. പക്ഷേ ഇതിനൊക്കെ ചില സംഭവങ്ങളുണ്ട്. അതിന് ഓരോന്നിനും എനർജി വ്യത്യാസമുണ്ട്. പലതും പല എനർജീസാണ്. ചില രണ്ടുപേര് തമ്മിൽ ഒരിക്കലും മാച്ച് ആവില്ല. എന്താണ് പറയുക, നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഒരു സിനിമാടന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ, തമാശയായിട്ട് പറയുകയാണെങ്കിൽ, പ്രേം നസീറിൻ്റെ അടുത്ത് KP ഉമർ വന്നിരുന്ന എങ്ങനെ ഉണ്ടാവും? ഈ രണ്ടുപേരും തമ്മിൽ തല്ലുപിടിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേറെ കാര്യം മനസ്സിലായി. ഇതേപോലെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ രണ്ടെണ്ണം മാച്ച് ആവാത്തത് ഇരുന്ന് കഴിഞ്ഞാൽ അവിടുത്തെ എനർജി ബാഡായി. അത് നേരിട്ട് നമുക്കതിനെപ്പറ്റി അറിവില്ല. ഇതുണ്ടാക്കി തന്നവൻ അറിയില്ല നിങ്ങളുടെ അടുത്ത് വേറെ സാധനം പെട്ടെന്നുള്ളത്. ഇനി ഉണ്ടാക്കി തന്നവൻ അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കി തന്നെ നമുക്ക് കാശ് മേടിക്കാൻ അവൻ നോക്കുകയുള്ളൂ. ആ വീട്ടിൽ കൊണ്ട് വെച്ചോ കുഴപ്പമില്ലെന്ന് പറയും, പൂജാമുറി വെച്ചോളാൻ പറയും, ഇവിടെ വെച്ചോളാൻ പറയും. പക്ഷെ അവിടെ വേറെ എന്തെല്ലാം യന്ത്രമുണ്ട്, ആരൊക്കെ ഇരിപ്പുണ്ട് എന്നൊന്നും അവന് ചോദിക്കൂല. അതെന്താണ്, അവൻ്റെ ലക്ഷ്യം എന്താണ്? കച്ചവടം മാത്രമാണ്. അപ്പോൾ അതിന് ഒരു 5,000 10,000 മേടിക്കുകയും ചെയ്യും നമ്മുടെ അല്ലേ. നമ്മളിത് കൊണ്ട് വെക്കും, വേണ്ടത് നോക്കുമ്പോൾ കൊള്ളാം, ഇറക്കേടില്ല എന്നൊക്കെ വയ്ക്കും. പക്ഷേ ഇത് കുറേ കഴിയുമ്പോൾ എല്ലാം കൂടി നെഗറ്റീവ് എനർജിയായിട്ട് മാറുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഞാനൊരു ഒരാളുടെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു 25ഓളം സാധനങ്ങളെടുത്ത് കളയിപ്പിച്ചു, ഇതേപോലത്തെ സാധനങ്ങൾ. അത് കഴിയുമ്പോൾ അയാളുടെ പ്രശ്നം മാറി. ഒരു കുഴപ്പമില്ല പുള്ളി കുറേ വർഷങ്ങളായിട്ട് പോവാത്ത സ്ഥലങ്ങളില്ല, വീട്ടിൽ വെക്കാത്ത യന്ത്രങ്ങളില്ല, ആരെന്തെല്ലാം കൊടുത്താക്കാൻ മേടിക്കും പുള്ളി. അതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഈ തകിടുകൾ, കാര്യങ്ങൾ, സംഭവങ്ങൾ മാത്രമല്ല, ഇത് ഒരു സാധനം കൊണ്ടുവന്ന് വെച്ചാൽ അതിന് ശക്തി നിൽക്കുന്ന, അതിൻ്റെ എനർജി പവർ നിൽക്കുന്ന ഒരു ടൈമുണ്ട്. ചിലപ്പോൾ ഒരു 3 മാസമായിരിക്കും. ഇപ്പോൾ സ്വർണ്ണത്തിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സ്വർണ്ണത്തിലൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മളെ കൊണ്ട് എല്ലാവർക്കും പറ്റുമൊന്നുമില്ല. ചെമ്പിൻ്റെ തകിടിലാക്കി നമ്മൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വെള്ളിയിലേക്ക് ഉണ്ടാക്കുക. അപ്പോൾ വെള്ളിയിലുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടിയും അതിനകത്ത് പവർ കൂടി നിൽക്കും. പക്ഷേ എനിവേ അത് കുറേ നാൾ കഴിയുമ്പോൾ അതിന് ചൈതന്യം കുറയും. അപ്പോൾ വീണ്ടും നമ്മൾ പൂജ ചെയ്യണം, പൂജ ചെയ്ത് ശക്തി കയറ്റണം. അപ്പോൾ അതിനുപയോഗിച്ച് മന്ത്രങ്ങൾ ജപിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആ സമയത്ത് ആര് തന്നാണ്, ഇത് ആരാ ഉണ്ടാക്കി തന്നത്, ഇതിൻ്റെ മന്ത്രം എന്താണെന്ന് നമുക്ക് അറിയാൻ പാണ്ടാവില്ല അല്ലേ, സ്വാഭാവികമല്ലേ. ഇനി ഉണ്ടാക്കി തന്നവൻ അതിൻ്റെ മന്ത്രം നമുക്ക് പറഞ്ഞു തരുമോ? അതുമില്ല. നമ്മളെന്തെങ്കിലും മന്ത്രം ജപിച്ചാൽ പറ്റൂല. അതിൻ്റെ തന്നെ മന്ത്രം ജപിച്ചാലാണ് അതിനകത്തേക്ക് ചാർജ് കയറുള്ളൂ. അതിൻ്റെ സംവിധാനം, അതിൻ്റെ യന്ത്രവിധി അങ്ങനെയാണ്. എനിക്കിതിനെപ്പറ്റി പറയാമെന്ന് പറയാൻ പാടില്ല കേട്ടോ. ഞാൻ എൻ്റെ ഉള്ള അറിവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പക്ഷേ ഇത് ഗൂഢശാസ്ത്രമാണ്. അതായത് അതൊന്നും ആരും റിവീൽ ചെയ്യില്ല, ഇതൊന്നും നമുക്ക് പറഞ്ഞു തരില്ല. ഇതൊക്കെ എല്ലാം നമ്മളെ പറ്റിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്താണ്, നമ്മൾ വീണ്ടും കുറേ കഴിയുമ്പോൾ വീണ്ടും അവരുടെ അടുത്ത് ചെല്ലണം. വീണ്ടും നമ്മൾ പ്രശ്നമായിട്ട് നമ്മളല്ലേ അവന് ജോലി ഇട്ടുള്ളൂ. ഇങ്ങനത്തെ ആൾക്കാരാണ് കേട്ടോ കൂടുതലും. വീണ്ടും നിങ്ങളിങ്ങോട് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. കാരണം അവർക്ക് വന്നാലല്ലേ അവർക്ക് പൈസ കിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു കാര്യം. നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും കാര്യങ്ങളൊക്കെ, എനിക്കറിയാം. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതേപോലത്തെ യന്ത്രങ്ങളും ഏലസ്, കഴുത്തി കെട്ടുന്ന സാധനം, അരയിൽ കെട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എനർജി ചെക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞത് മാത്രം നോക്കണ്ട, നിങ്ങൾ എനർജി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറ്റാത്തതാണെങ്കിൽ അത് പുറത്തേക്ക് കളയുക. വെള്ളത്തിൽ കൊണ്ടുപോയി കടലിലോ പുഴയിലോ നല്ല ഒഴുക്കുള്ള പുഴയിട്ട് ഒഴിയാട് പോയിക്കോട്ടെ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിക്കേണ്ടത്, പുഴ മലിനമാക്കാനാണ് നിങ്ങൾ ഇടണത്? അല്ലെങ്കിൽ ഇപ്പോൾ പുഴയിൽ ഇപ്പോൾ ആരും മാലിന്യം ഇടുന്നില്ല, എല്ലാവരും വളരെ പുഴനെ കാണുന്ന തൊടുത്തിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ നമ്മളൊന്ന് പുഴയിലോ കടലിലോ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നിറയെ മാലിന്യങ്ങളാണ്, പ്ലാസ്റ്റിക് കുപ്പിയും അങ്ങനെ സാധനങ്ങളൊക്കെയാണ്. എന്തായാലും ഈ ഏലസ് ഇടുന്നത് ഏതായാലും അത്രത്തോളം നെഗറ്റീവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് മാർഗം. അപ്പോൾ അങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്ത് അതിനെ നിർവീര്യമാക്കുക. അപ്പോൾ പഞ്ചഭൂതങ്ങളിലേക്ക് ലയിപ്പിക്കുക അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു 50% പ്രശ്നങ്ങൾ അവിടെ തീരും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ദൈവയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.